ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് റൈനോക്സ് എന്ന ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള ക്രാംസ്റ്ററിൻ്റെ ഒരു ബൂട്ടാണ്. ഇതിൻ്റെ പേര് ക്രാംസ്റ്റർ ഫ്ലെക്സ് ബൂട്ട് എന്നാണ്. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നല്ലപോലെ പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ബോക്സ് എന്നൊക്കെ മാറ്റി വയ്ക്കും. ഇതാണ് ഐറ്റം. ഇതാണ് നമ്മുടെ ബൂട്ട്. വേസ്റ്റൊക്കെ എടുത്ത് കളയാം. നല്ല ക്വാളിറ്റിയുള്ള ഒരു ബൂട്ടാണ്. ക്രാംസ്റ്ററിൻ്റെ ഒരു എൻട്രി ലെവൽ ബൂട്ടായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ടോ ഭാഗത്ത് TPU ടോ ക്യാപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നല്ല ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ, നമുക്ക് ഇമ്പാക്റ്റൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലാണിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ലെതറിന് കേടുപാടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗിയർ ലിവർ പ്രൊട്ടക്ടറാണ്. അത് ഈ ഭാഗത്തായിട്ടായിരിക്കും ഗിയർ ലിവർ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ബൂട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ സോളെന്ന് പറയുന്നത് സ്റ്റീൽ ഷാങ്ക് സോളാണ്. അതായത് ഈ സോളിനകത്തൂടെ ഒരു സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്തൂടെ അപ്പോൾ കുറച്ചും കൂടെ റിജിഡായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ ആംഗിൾ പ്രൊട്ടക്ടറാണ്. അതായത് ഈ ഭാഗത്തായിട്ട് വരുന്ന ആംഗിൾ പ്രൊട്ടക്ടർ സെറോക്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചെറിയൊരു മഴയും അതൊക്കെ വെള്ളമൊക്കെ ആണെങ്കിൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. പിന്നെ അടിയിൽ നല്ല ഗ്രിപ്പുള്ള സോളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തെന്നുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഓർത്തോപീഡിക് ജെൽ ഇൻസോളാണ്. അതായത് ലോങ് റൈഡിനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. ഇതാണ് സാധനം. ഓർത്തോപീഡിക് ജെല്ലാണ്, നല്ല കുഷ്യനിങ് എഫക്റ്റുള്ള ഒരു ജെല്ലാണ്. അതിൽ രണ്ട് അവരുടെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ക്രാംസ്റ്റർ ബൈ റൈനോക്സ് എന്നൊക്കെ. നല്ല കുഷ്യനിങ് എഫക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലോങ് റൈഡും ടൂറിങ്ങിനൊക്കെ ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ 3 സൈഡ് വെൽക്രോയും ഒരു സിബുമാണ് കൊടുത്തിട്ടുള്ള സൈഡിലായിട്ട്. ഇവിടെ സൈഡിൽ ഒരെണ്ണം ഇതുപോലെ ബാക്കിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കാല് അതിനകത്തേക്ക് ഇറക്കാൻ പറ്റും. ഇതേപോലെ സിബും ഒരു കഴിഞ്ഞ ഇത്രയും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തേക്ക് ഇറക്കാൻ പറ്റും കാല്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എവിടെ പോകണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ ആദ്യം ഓൺലൈൻ വഴിയാണ് നോക്കിയത്. അപ്പോൾ ആമസോണിലൊക്കെ ഏകദേശം 5,999 ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. ഡിസ്കൗണ്ടൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് തിരുവനന്തപുരത്ത് ഹെൽമെറ്റ് വേൾഡിൽ നിന്നാണ്. അവിടെ മാഡ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഏകദേശം 1,080 രൂപ ഡിസ്കൗണ്ട് പോയിട്ട് 4,920 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇത് ജെന്യുവൻ ലെതറാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അല്പം പോലും നൂല് കൊങ്ങിയൊന്നും വരിക്കില്ല. നല്ല ക്ലിയറായിട്ട് ഉള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. TPU മെറ്റീരിയലാണ്, നല്ല ഹാർഡായിട്ട് ഇരിക്കുന്നത് കാരണം നമുക്കൊരു ഇമ്പാക്റ്റ് വന്നാലും നമ്മളെ കാല് സേഫായിരിക്കും. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട്
ഈസി ആയിട്ട് നമുക്ക് മടക്കാനൊക്കെ പറ്റും. കാല് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. അതൊന്നൊരു ബുദ്ധിമുട്ടില്ല. ഇട്ടുകൊണ്ട് നടക്കാനും പറ്റും. ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ, റൈഡ് പോകുന്നതിലേക്ക് ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ പോകുന്നെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എന്തായാലും ഇത് വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. നല്ലൊരു ബൂട്ടാണ്. ഒരു മിഡ് ആംഗിൾ ബൂട്ടൊക്കെ നോക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്.